കേരളത്തിലൊരു പ്രമുഖ സ്ഥാപനമായിട്ടുള്ള സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിലോട്ടുള്ള 2 വേക്കൻസീസാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വേക്കൻസിയിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സെപ്റ്റംബർ 11 മുതൽ സെപ്റ്റംബർ 25 വരെയാണ്. 2 പോസ്റ്റാണുള്ളത്. അസിസ്റ്റൻറ്റ് മാനേജർ ടൂറിസം റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവും. രണ്ടിൻ്റെയും ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സിന് താഴെയായിരിക്കണം. അസിസ്റ്റൻറ്റ് മാനേജ്മെൻറ്റ് ടൂർസിലോട്ട് ഉള്ള സാലറി സ്കെയിൽ 25,000 മുതൽ 40,000 വരെയും റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവിന് 20,000 മുതൽ 25,000 വരെയാണ്. അതുപോലെ ക്വാളിഫിക്കേഷൻ അസിസ്റ്റൻറ്റ് മാനേജർ ടൂർസിന് ഗ്രാജുവേഷൻ ഇൻ എനി ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് പ്ലസ് IATA സർട്ടിഫിക്കേഷൻ. റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവിനാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. MS ഓഫീസിൽ ഒരു പ്രൊഫീഷ്യൻസി വേണം. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ MBA ഇൻ HR, MHRM ഓർ എനി HR റിലേറ്റഡ് ഡിഗ്രി. എക്സ്പീരിയൻസ് അസിസ്റ്റൻറ്റ് മാനേജർ ടൂർസിലോട്ട് ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതും ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ ഓപ്പറേഷൻസിൽ. റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവിനാണെങ്കിൽ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ്. അതേതിലാണ്? റിക്രൂട്ട്മെൻറ്റ് ഓർ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ. പിന്നീട് കുറച്ച് നോട്ട്സ് ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. മെയിനായിട്ട് TA അതുപോലെ DA ഒന്നും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണതിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ജോബ് പോസ്റ്റിംഗ് വരെ തിരുവനന്തപുരത്താണ്. പ്ലസ് കേരളം മൊത്തം ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ കാൻഡിഡേറ്റ്സ് വർക്കിംഗ് അവേഴ്സിന് പുറമേ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്കാണ് കൂടുതൽ പരിഗണന. അത് പോരാഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഫോട്ടോസ് അല്ല, ഫോട്ടോ. അതിൻ്റെ സ്പെസിഫിക്കേഷനാണ് 200 KB കുറവായിരിക്കാൻ പാടില്ല. സിഗ്നേച്ചറിൻ്റെ സൈസ് ആണെങ്കിൽ 50 KB കുറവായിരിക്കാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ CV അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ സൈസ് 3 MB എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുക. നന്നായി നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു.